ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് പറഞ്ഞിട്ട് പെരുമ്പടവൻ സാറിൻ്റെ ഒരു പുസ്തകം ഞാൻ ലൈബ്രറിയിൽ നിന്ന് തപ്പിയെടുത്ത് വായിക്കുന്നത്. അത് വായിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കോളേജിൽ ഗസ്റ്റായിട്ട് വന്നു. ആ സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം വന്ന് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന സമയം, അത് കഴിഞ്ഞ് അദ്ദേഹം പോകുന്ന ആ ഒരു സമയം വരെ എൻ്റെ മനസ്സിൻ്റെ ഫീലിങ്സ് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലിനെയോ അല്ലെങ്കിൽ അമിതാഭ് ബച്ചനെയോ അമീർ ഖാനെയോ ഒക്കെ കണ്ടാൽ പോലും ചിലപ്പോൾ ഇത്രത്തോളം ഞാൻ ത്രിൽഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവരുടെയൊക്കെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെരുമ്പടവത്തിൻ്റെ ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ വായിച്ച ഒരേ ഒരു പുസ്തകം ഒരു സങ്കീർത്തനം പോലെയാണ്. ഈ ഒരു ഒറ്റ പുസ്തകത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനോട് എനിക്ക് അത്രയ്ക്ക് ആരാധന തോന്നിയത്. എനിക്ക് ചുറ്റുമുള്ള എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു, ഇതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു മനുഷ്യ മനസ്സിൻ്റെ വ്യാകുലതകളെല്ലാം ഇത്രയേറെ മനസ്സിലാക്കാനും ഇത്രയേറെ എഴുതി പിടിപ്പിക്കാനും കഴിവുള്ള ഒരു വലിയ മനുഷ്യനാണ് ഈ നിൽക്കുന്നത് എന്ന് പറയാൻ ഞാനിങ്ങനെ വെമ്പി നിന്നു. അദ്ദേഹത്തിനൊന്ന് അടുത്ത് പോയി നിന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്, അതെന്നെ ഇത്രത്തോളം ഇൻസ്പയർ ചെയ്തിട്ടുള്ള പുസ്തകമാണ് എന്നൊക്കെ പറയണമെന്ന് എനിക്ക് വല്ലാത്ത മോഹം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. അത്രയ്ക്ക് ത്രിൽഡായിട്ടുള്ള ഒരു ബുക്കിനെ കുറിച്ചാണ്. ത്രിൽഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ത്രിൽഡായിട്ടുള്ളൊരു നോവലൊന്നുമല്ല, പക്ഷേ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടുള്ളൊരു കഥയാണ് ഒരു സങ്കീർത്തനം പോലെ. കഥാസന്ദർഭം എന്ന് പറയുന്നത്, കഥാസന്ദർഭത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ പെരുമ്പടവത്തെക്കുറിച്ച് പറയണം അല്ലേ? പെരുമ്പടവം ശ്രീധരൻ സാറ് അദ്ദേഹം 1903 പെരുമ്പടവം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലിരുന്ന് ഇതുവരെ താൻ കണ്ടിട്ടില്ലാത്ത, പുസ്തകത്തിലൂടെ മാത്രം വായിച്ചറിവുള്ള ഒരു ലോകത്തെ സ്വപ്നം കാണുകയാണ്. റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്, അവിടുത്തെ വസന്തം, അവിടുത്തെ ലോകപ്രശസ്തനായ എഴുത്തുകാരൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് ഒരു സങ്കീർത്തനം പോലെ. ഒരു ഭാഗമെന്ന് പറയുമ്പോൾ ഒരു വലിയ ജീവിതമാണ്. ആ ജീവിതത്തിലെ ഒരു 26 ദിവസം മാത്രമാണ് ഒരു സങ്കീർത്തനം പോലെ. ആ 26 ദിവസം കൊണ്ട് തന്നെ ദസ്തയേവ്സ്കിയുടെ ഒരു നോവലും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ദസ്തയേവ്സ്കി എന്ന മനുഷ്യനെ ഇത്രത്തോളം മനസ്സിലാക്കാൻ വേറൊരു പുസ്തകത്തിൻ്റെ സഹായം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നോവലും വായിക്കാത്ത ആൾക്ക് അദ്ദേഹത്തിനോട് ഇത്രയും സ്നേഹവും അടുപ്പവും തോന്നിപ്പോവും ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ. അങ്ങനെ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ദസ്തയേവ്സ്കി ലോക പ്രശസ്തനായ റഷ്യൻ എഴുത്തുകാരിൽ ഒരാളാണ് ദസ്തയേവ്സ്കി. അദ്ദേഹത്തിൻ്റെ 45-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അന്ന എന്ന 20 വയസ്സുള്ള പെൺകുട്ടി കടന്നു വരുന്നത്. അവർ കണ്ടുമുട്ടുന്ന നിമിഷം മുതൽ അവർ ജീവിതത്തിൽ ഒന്നിക്കാൻ തീരുമാനിക്കുന്ന ആ ഒരു ദിവസം വരെയുള്ള, ചുരുക്കി പറഞ്ഞാൽ 26 ദിവസം, ആ കാലമാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിലുള്ളത്. പുസ്തകം തുടങ്ങുന്നത് ദസ്തയേവ്സ്കിയുടെ ജീവിതം, ആ ഒരു കാലഘട്ടത്തെ ജീവിതം എന്ന് പറയുന്നത്, തന്നെ സ്നേഹിക്കാൻ ആരുമില്ല, തന്നെ എല്ലാവരും അവഗണിക്കുന്നു, ആരും തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, എല്ലാവരും തന്നെ നിന്ദിക്കുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ തനിക്ക് കടം പേടിക്കാൻ ഇനി ആരുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്, അത്ര ദാരിദ്ര്യത്തിലാണ് ദസ്തയേവ്സ്കി. ദാരിദ്ര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായി മാത്രമല്ല, സ്നേഹത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹം ദരിദ്രനാണ്. അദ്ദേഹം ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ വാടക കുടിശ്ശിക കൊടുത്തിട്ട് പോലും 6-7 മാസമായിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, സ്റ്റെല്ലോവ്സ്കി എന്ന് പറയുന്ന ഒരു പ്രസാധകൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും 3000 റൂബിൾ വാങ്ങിയിട്ട് അയാൾക്കൊരു കടപ്പത്രം കൊടുത്തിരുന്നു ദസ്തയേവ്സ്കി. കടപ്പത്രം എന്ന് പറയുന്നത്, ഈ വരുന്ന നവംബർ 1 മുമ്പ് 160 പേജുള്ള ഒരു നോവൽ എഴുതി പൂർത്തിയാക്കി അദ്ദേഹത്തിന് നൽകണം. അല്ലെങ്കിൽ താൻ ഇതുവരെയും എഴുതിയിട്ടുള്ള സകല കൃതികളും, ഇനി 9 വർഷത്തേക്ക് താൻ എഴുതുന്ന എല്ലാ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെതായി മാറും. സ്റ്റെല്ലോവ്സ്കി എന്ന് പറയുന്നത് എഴുത്തുകാരുടെ രക്തം ഊറ്റിക്കൊടുക്കുന്ന ഒരട്ടയാണെന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ഏകാഗിയായി, ആരും സ്നേഹിക്കാനില്ലാതെ, ആരാലും സ്നേഹിക്കപ്പെടാതെ ജീവിക്കുന്ന, അനേകം ആത്മസംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു ചൂതാട്ടക്കാരനായി മാറുന്നതിലും
തികഞ്ഞ മദ്യപാനിയായി മാറുന്നതിലും അത്ഭുതമൊന്നുമില്ല അല്ലേ? അങ്ങനെ ഒരവസ്ഥയിലാണ് ദസ്തയേവ്സ്കി. അപ്പോഴാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നോവൽ എഴുതുക എന്ന് പറയുന്നത് ദസ്തയേവ്സ്കിയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് സഹായിക്കാനായി ഒരു സ്റ്റെനോഗ്രാഫറെ വേണം. അങ്ങനെയാണ് 20 വയസ്സുള്ള അന്ന ദസ്തയേവ്സ്കിയുടെ അടുത്തെത്തുന്നത്. അന്നയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പിതാവ് മരിച്ചുപോയി, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. പെട്ടെന്നൊരു ജോലി വേണം, കുടുംബം പുലർത്താൻ അത്യാവശ്യമായി വരുമാനം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ദസ്തയേവ്സ്കിയെ അന്നയ്ക്കറിയാം, നേരിട്ട് പരിചയമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ നോവലുകളൊക്കെ അന്ന വായിച്ചിട്ടുണ്ട്. പിതാവ് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ അന്നയ്ക്ക് ദസ്തയേവ്സ്കിയെ നന്നായിട്ടറിയാം. അത്ര ആരാധനയോടെ തന്നെയാണ് അന്ന ദസ്തയേവ്സ്കിയുടെ അടുത്തേക്ക് എത്തുന്നത്. പക്ഷേ അവർ തമ്മിൽ കാണുമ്പോൾ അന്ന പ്രതീക്ഷിച്ച പോലെ ഒരു അനുഭവമല്ല അന്നയ്ക്ക് ഉണ്ടാകുന്നത്. തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. ചില സമയങ്ങളിൽ വളരെ ക്ഷുഭിതനായിട്ട് ദസ്തയേവ്സ്കി അന്നയോട് പെരുമാറുന്നു. അന്നയ്ക്ക് അവിടെ ഇങ്ങനെ ഒരാളുടെ കൂടെ താൻ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, ഇങ്ങനെ ഒരാളുടെ കൂടെ തൻ്റെ തെറ്റുകൊണ്ടല്ലെങ്കിൽ പോലും അദ്ദേഹം തന്നെ വഴക്ക് പറയുന്നു, ക്ഷുഭിതനാവുന്നു, ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ അന്നയ്ക്ക് ദസ്തയേവ്സ്കിയെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അന്ന. അങ്ങനെ അന്ന ദസ്തയേവ്സ്കിയിലേക്ക് കൂടുതൽ അടുക്കുന്നു. ദസ്തയേവ്സ്കിക്കും അന്ന ഒരു ആശ്വാസമായി മാറുന്നു. ഒറ്റപ്പെടലിൽ, അനേകം ദുരനുഭവങ്ങളിൽ വേദനിക്കുന്ന ആ മനുഷ്യൻ അന്നയിൽ ഒരു ആശ്വാസം കണ്ടെത്തുന്നു. അങ്ങനെ അവർക്കുള്ളിൽ ഒരു സൗഹൃദം രൂപപ്പെടുന്നു. അദ്ദേഹം അനേകായിരം കാര്യങ്ങളെക്കുറിച്ച് അന്നയോട് സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ അന്നയോട് ദസ്തയേവ്സ്കി പറയുന്നു, മുന്നോട്ടുള്ള ജീവിതത്തിൽ തനിക്ക് 3 വഴികളാണുള്ളത്. ഒന്ന് ജെറുസലേമിലേക്ക്, സന്യാസത്തിലേക്ക്, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസത്തിലേക്ക് പോവുക. രണ്ടാമത്തേത് ചൂതാട്ട കേന്ദ്രത്തിലേക്കാണ്. അവിടെ ചെന്ന് കളിക്കുമ്പോൾ, ചൂതാടുമ്പോൾ താൻ സകലതും മറക്കുന്നു, കളിയുടെ ലഹരിയിൽ ഇങ്ങനെ ജീവിക്കുന്നു. അതുമല്ലെങ്കിൽ കുടുംബജീവിതം, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല, അതൊക്കെ കഴിഞ്ഞുപോയി. അങ്ങനെ പറയുമ്പോൾ അന്ന ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ആ കുടുംബജീവിതത്തിലേക്ക് അന്ന കയറി വരുമെന്ന്. അങ്ങനെ പോകുന്ന കഥാസാഹചര്യങ്ങളാണ് ഒടുവിൽ അന്നയും ദസ്തയേവ്സ്കിയും ജീവിതത്തിൽ ഒന്നിക്കുകയാണ്. അവസാനം നോവൽ എഴുതി പൂർത്തിയാക്കി സ്റ്റെല്ലോവ്സ്കിയെ ഏൽപ്പിക്കാൻ ചെല്ലുമ്പോൾ സ്റ്റെല്ലോവ്സ്കി മുങ്ങിക്കളയുന്നു. അങ്ങനെ അവസാനം നോവൽ എഴുതി പൂർത്തിയാക്കി അവർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ പോകുന്നു. അന്നയാണ് നോവൽ പോലീസുകാരൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ദസ്തയേവ്സ്കി പുറത്തു നിൽക്കുകയാണ്. അപ്പോൾ പോലീസുകാരൻ അന്നയോട് ചോദിക്കും, താങ്കൾ ആരാണ്, ദസ്തയേവ്സ്കിയുടെ ആരാണ് നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ ആദ്യമൊന്ന് പതറുമെങ്കിലും പിന്നെ അന്ന പറയും, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന്. അത് കഴിഞ്ഞ് അന്ന ഇറങ്ങി വരുമ്പോൾ ദസ്തയേവ്സ്കി അന്നയെ നോക്കുന്ന ഒരു നോട്ടമുണ്ട്, വായനക്കാരുടെ മനസ്സ് നിറച്ചു കളയുന്ന ഒരു നോട്ടം. ഇതിൽ ചിലയിടങ്ങളിൽ ദസ്തയേവ്സ്കി ചില സാഹചര്യങ്ങളിൽ ദൈവത്തോട് തൻ്റെ ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, തൻ്റെ സംശയങ്ങളെക്കുറിച്ച് സംവദിക്കാറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നോക്കാം. എനിക്ക് ഈ പുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം അതാണ്. ഓർത്തു നോക്കുമ്പോൾ എൻ്റെ കാര്യം മഹാകഷ്ടമാണ്. ദരിദ്രനും നിസ്സഹായനും പരാജിതനും ആർക്കും വേണ്ടാത്തവനുമായി ഞാൻ ഈ ജന്മം മുഴുവൻ കഴിയണമെന്നാണോ ദൈവം വിചാരിക്കുന്നത്? നിസ്സഹായനായ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഇത്രയൊക്കെ സഹിക്കേണ്ടി വരുന്നതിൻ്റെ യുക്തി എന്താണ്? എവിടെയും പരാജയപ്പെടുകയാണ് എൻ്റെ അനുഭവം. ഒടുവിൽ ഹൃദയത്തിൽ മുറിവുകൾ മാത്രം ബാക്കിയാകുന്നു. നന്മകളുടേതു മാത്രമായ ഒരാൾ ഇന്നേക്കാലം തോറ്റു പോവുകയുള്ളെന്നാണോ? നന്മകൾ മാത്രമുള്ള ഒരാൾ എന്ന് ഞാൻ എന്നെപ്പറ്റി പറയുമ്പോൾ അതൊരു അതിര് കവിഞ്ഞ അവകാശമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തിന്മ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാരാണ്? തിന്മ ചെയ്യാൻ മനുഷ്യനെ നിർബന്ധിക്കുന്നതെന്താണ്? ലോകം കുറെ കൂടി നന്നായി സൃഷ്ടിക്കാമായിരുന്നു എന്ന് സത്യത്തിൽ ഇപ്പോൾ അങ്ങയ്ക്ക് തോന്നുന്നില്ലേ? മനുഷ്യൻ്റെ സൃഷ്ടിയുടെ കാര്യത്തിലെങ്കിലും ആ സംശയം ന്യായമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മനുഷ്യൻ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണത്തിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ അങ്ങയ്ക്ക് കഴിയുമോ? മനുഷ്യനിൽ ആ ദൗർബല്യങ്ങൾ വെച്ചതാരാണ്? ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ ദസ്തയേവ്സ്കി ദൈവത്തിനോട് ചോദിക്കും, അന്നയോട് ചില സാഹചര്യങ്ങൾ ചോദിക്കും. അതൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഹൃദയത്തിനുമേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു എഴുത്തുകാരൻ്റെ കഥയാണിത്. അദ്ദേഹത്തിൻ്റെ പ്രണയവും അദ്ദേഹത്തിൻ്റെ ദുരന്തങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ
അടങ്ങിയിട്ടുള്ള 220 പേജുള്ള ഒരു പുസ്തകമാണിത്. അപ്പോൾ വായിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വായിക്കുക, തീർച്ചയായിട്ടും വായിക്കുക. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഹൃദയം കീഴടക്കിയ നോവലാണിത് എന്ന് പറയുമ്പോൾ അത് വായിക്കാത്ത മലയാളികൾ ആരും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും വായിക്കുക. അടുത്തൊരു പുസ്തകത്തിൻ്റെ റിവ്യൂമായിട്ട് വീണ്ടും കാണാം.